പോകുന്നത് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ഒരു ഐസോമെട്രിക് ബെഡ്റൂം എങ്ങനെ അതിൽ കുറച്ച് ഒബ്ജക്റ്റ് ഒക്കെ എങ്ങനെ വാളെങ്ങനെ ഫ്ലോർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, കുറച്ച് ഷോർട്ട് ഫോംസും ഇതിലുള്ള കുറച്ച് ഓപ്ഷൻസും പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഇതിലുള്ളതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ആഡ് ചെയ്യണം. ഷിഫ്റ്റ് മെഷ് പ്ലെയിൻ ആഡ് ചെയ്യാം. പ്ലെയിൻ ആഡ് ചെയ്തിട്ട് ഇതിൽ മോഡിഫയർ പ്രോപ്പർട്ടിയിൽ ആഡ് മോഡിഫയറിൽ സോളിഡിഫൈ നമുക്കൊരു സം വാല്യൂ നമുക്ക് കുറച്ച് കൊടുക്കാം. കുറച്ച് തിക്നെസ് നമുക്ക് നോക്കിയിട്ട് എത്രയാണ് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 0.2 കൊടുത്തത് 0.2. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ഷാർപ്പ് എഡ്ജ് ആയതുകൊണ്ട് നമുക്ക് ഒന്ന് മാറ്റണം. അപ്പോൾ അതേപോലെ തന്നെ ആഡ് മോഡിഫയറിൽ ബെവൽ മോഡിഫയറിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കൊടുക്കാം 0.14. ഓക്കെ, ഇപ്പൊ നമുക്കൊരു ബെവൽ ആയിട്ടുള്ള ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ തന്നെ നമുക്കൊരു ഈ ഫ്ലോറിൽ തന്നെ നമുക്ക് ഒരു ടൈലിനെ പോലെ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതിന് നമുക്ക് മൊത്തം ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോപ്പി ആവും. എന്നിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്തു പറഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് ക്യാൻസൽ ആകും. അപ്പോൾ അവിടെ ഉണ്ട് മീൻ നമുക്ക് ടാബ് അമർത്തിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ഇൻസൈഡ്. ഓക്കെ, ഇനി നമുക്ക് എക്സ് അമർത്തിയിട്ട് എക്സ് ഡയറക്ഷനിൽ മാത്രം മൂവ് ആക്കുന്ന രീതിയിലാക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത്ര വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജി അമർത്തിയിട്ട് ഒന്ന് മൂവ് ആക്കാം. എന്നിട്ട് സെഡ് ഡയറക്ഷനിൽ കുറച്ചൊന്ന് പൊക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ തിക്നെസ് നമുക്ക് ടാബ് അമർത്താം. ആദ്യം ടാബ് അമർത്തിയിട്ട് അതിന്റെ തിക്നെസ് മോഡിഫയറിൽ തിക്നെസ് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, ജി അമർത്തി ഗ്രാബ് ചെയ്ത് എക്സ് ഡയറക്ഷനിലേക്ക് ഒന്ന് നീക്കി വെക്കാം. ഇത് ഞാൻ ബേസിക് ആയിട്ട് വെറുതെ ഒന്ന് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇത് മൊത്തം ആക്കണതിന് കാട്ടുന്നില്ല. നമുക്ക് ആഡ് മോഡിഫയറിൽ തന്നെ അറേ ഉണ്ട്. അറേയിൽ നമുക്ക് അറേ എന്ന ഓപ്ഷനിൽ നമ്പേഴ്സ് മാറ്റി കൊടുക്കാം. അറേ മോഡിഫയറിൽ നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര എണ്ണം വേണം, ഇതിൽ എത്ര ഫിൽ ആവുണ്ടോ അത്രയും നമുക്ക് കൊടുക്കാം. ഇത് മൊത്തത്തിൽ ഒന്ന് സെലക്ട് ആണ്. അത് നമുക്ക് ജി അമർത്തിയിട്ട് ഒന്ന് എക്സ് ഡയറക്ഷനിൽ ഒന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫ്ലോറിൻ്റെതായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാൾ ക്രിയേറ്റ് ചെയ്യണം. വാൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് അമർത്തി ആഡ് കൊടുത്ത് മെഷ് ക്യൂബ് എടുക്കാം. ക്യൂബ് ഇത് നമുക്ക് വാളിൻ്റെതായിട്ടുള്ള ഒരു ഇതിലേക്ക് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്കെയിലൊക്കെ ചെയ്യാം. സ്കെയിൽ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഡിറ്റ് മോഡിൽ പോകാം. ടാബ് ഉപയോഗിച്ച് എഡിറ്റ് മോഡിൽ നമ്പർ 3 അമർത്താം. എന്നിട്ട് ഫേസ് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു 3 ഫേസ് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് എക്സ് അമർത്തിയിട്ട് ഡിലീറ്റ് ചേർക്കാം. ഫേസ് ഡിലീറ്റ്. ഓക്കെ, ഇനി ബാക്കി 2 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അത് സെലക്ട് ചെയ്തിട്ട് ജി അമർത്തിയിട്ട് സെഡ് ഡയറക്ഷനിൽ ടോപ്പിലേക്ക് മൂവ് ആക്കാം. ഓക്കെ, വാള് ഒരു ക്യൂബിന്റെ ഒരു വാള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ടാബ് വെച്ചിട്ട് ആഡ് മോഡിഫയറിൽ സോളിഡിഫൈല് 0.2 കൊടുക്കുന്നുണ്ട്. ഓക്കെ, -0.2. ഓക്കെ, ഇപ്പൊ നമുക്കിത് ടോപ്പ് വ്യൂസ് നമ്മൾ നോക്കി കഴിഞ്ഞു പറഞ്ഞാൽ ഇത് 2 കോർണറിലും കറക്റ്റ് സൈസ് ആയിരിക്കും. ഇതിന്റെ സെന്ററിൽ മാത്രം ഡിഫറെന്റ് ആയിരിക്കും. അതിന് നമുക്ക് ഈവൻ തിക്നെസ് എന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അത് നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് ഇതിൽ ഈ വാളിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ആദ്യം നമുക്കിതിൽ മോഡിഫയർ ഇതിൽ മൊത്തത്തിലുള്ള മോഡിഫയർ ഇതിൽ അപ്ലൈ കൊടുക്കാം. അപ്ലൈ കൊടുത്തിട്ട് ശേഷം നമുക്ക് ടാബ് അമർത്താം. ടാബ് അമർത്തിയിട്ട് എഡിറ്റ് മോഡിൽ പോകും. എഡിറ്റ് മോഡിൽ Ctrl+R സെന്ററിൽ കട്ടിങ് ലൂപ്പ് കട്ടിങ് മൂവ്മെന്റ് മാറ്റാൻ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സെന്ററിൽ തന്നെ കട്ടായിട്ടുണ്ട്. ഇനി Ctrl+E അമർത്തിയിട്ട് എക്സ്ട്രൂഡ് Alt+E എക്സ്ട്രൂഡ് എഡ്ജ്
ഓക്കെ. എന്നിട്ട് നമുക്ക് കൺട്രോൾ ബി അമർത്താം. കൺട്രോൾ ബി അമർത്തിക്കഴിഞ്ഞു പറഞ്ഞാൽ ബെവൽ. ഓക്കെ, കൺട്രോൾ ബി. ഓക്കെ, ബി അമർത്തിയിട്ട് ബെവൽ ചെയ്യാം. നമുക്ക് എത്രയാണ് വേണ്ടത് പറഞ്ഞാൽ അത്രയും നമുക്ക് കൂട്ടാം. എന്നിട്ട് ജി അമർത്തിയിട്ട് ഒന്ന് മൂവ് വയ്ക്കാം. വേണ്ട. ഓക്കെ, എന്നിട്ട് ഫേസ് സെലക്ഷൻ 3 അമർത്തി ഫേസ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഷിഫ്റ്റ് ആൾട്ട് ഇ റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ മതി. രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് ആൾട്ട് ഇ അമർത്താം. ആൾട്ട് ഇ അമർത്തിയിട്ട് നമുക്ക് എക്സ്ട്രൂഡ് ഫേസ് അലോങ് നോർമൽ. ഓക്കെ, ഇപ്പൊ രണ്ട് സൈഡിലും നമുക്ക് തിരികെ ഒന്ന് മൂവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ നമുക്ക് ആഡ് മോഡിഫയറിൽ ബെവൽ മോഡിഫയർ നമുക്കൊന്ന് 0.13 ചെറിയൊരു വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, ഇനി എഡിറ്റ് മോഡിന് ഒബ്ജക്ട് മോഡിലേക്ക് ആക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ചെറിയൊരു ബെഡ്റൂമിന്റെ ഒരു ക്യൂബ്. ഇനി നമുക്ക് ഇതിന് ബാക്കിയുള്ള സെറ്റപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.